ബി.ജെ.പിക്ക് ഏറെ നിർണായകമായിരുന്നു ഇത്തവണ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം. തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ അക്കൗണ്ട് തുറന്ന ബി.ജെ.പി വരും നാളുകളിൽ നടത്താനിരിക്കുന്ന രാഷ്ട്രീയ കരുനീക്കങ്ങൾ ശ്രദ്ധേയമായിരിക്കും. എന്നാൽ പ്രവചനത്തിനൊത്ത വോട്ട് വിഹിതമോ വളർച്ചയോ കേരളത്തിൽ ബി.ജെ.പിക്ക് കൈവരിക്കാനായിട്ടില്ല. എക്സിറ്റ് പോളുകൾ പ്രവചനങ്ങൾക്കും ബി.ജെ.പി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടലുകൾക്കും വിഭിന്നമാണ് തെരഞ്ഞെടുപ്പ് ഫലം. ദേശീയതലത്തിൽ വിജയമുറപ്പിക്കുമ്പോഴും വടക്കേ ഇന്ത്യയിലെ കരുത്തും കുത്തകയും ദക്ഷിണേന്ത്യയിൽ കൈവരിക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടില്ല. വടക്കേ ഇന്ത്യയിൽ പ്രയോഗിച്ച ഹിന്ദുത്വയുടെ കാർഡ് ചെലവാകില്ലെന്ന് കണ്ടതോടെ തന്ത്രങ്ങൾ മാറ്റിപ്പയറ്റി ബി.ജെ.പി. പ്രാദേശിക നേതാക്കളെ അടർത്തി മാറ്റിയും പല മേഖലകളിലുള്ള ഹിന്ദു ഇതര വിഭാഗത്തിൽപ്പെട്ട പ്രമുഖരെ എൻ.ഡി.എയിലേക്ക് എത്തിച്ചും ക്രിസ്ത്യൻ വോട്ടുറപ്പിക്കാൻ മതമേലധ്യക്ഷന്മാരെ നേരിൽ കണ്ടും നടത്തിയ നീക്കങ്ങളാണ് ഇത്തവണ കേരളത്തിൽ പ്രയോഗിച്ചത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി കേരളത്തിൽ സീറ്റ് നേടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണ് ബി.ജെ.പി. പാർട്ടി വോട്ട് വിഹിതത്തിൽ വർധനവ് രേഖപ്പെടുത്തിയ 2016 നേടിയ ഒരു നിയമസഭാ സീറ്റും 2021 ബി.ജെ.പിക്ക് നഷ്ടപ്പെട്ടിരുന്നു. 1982 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരിക്കുന്നത് മുതൽ 2021 വരെ കാലാനുസൃതമായ വളർച്ച മാത്രമാണ് ബി.ജെ.പിക്ക് സംസ്ഥാനത്തുണ്ടായത്. ശബരിമല ചർച്ചയായ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം പോലും വോട്ടായത് യു.ഡി.എഫിന് അനുകൂലമായാണ്. ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കേരളത്തിൽ അടിക്കടിയെത്തി പ്രചാരണം കൊഴുപ്പിച്ചു. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായ പ്രകാശ് ജാവ്ദേക്കറിന് കേരളത്തിന്റെ ചുമതല നൽകിയായിരുന്നു തെരഞ്ഞെടുപ്പ് ഏകോപനം. ബി.ഡി.ജെ.എസിനെ കൂട്ടുപിടിച്ചും ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ച് പാർട്ടി തീവ്ര ശ്രമങ്ങളും നടത്തി. യു.ഡി.എഫ് 42.06%, എൽ.ഡി.എഫ് 35.09%, എൻ.ഡി.എ 18.64% വോട്ടുകൾ കേരളത്തിൽ നേടുമെന്നായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനം. യു.ഡി.എഫിന്റെയും എൽ.ഡി.എഫിന്റെയും വോട്ട് വിഹിതം യഥാക്രമം 4.76%, 0.64% കുറയുമെന്നും അത് ബി.ജെ.പിക്ക് ഗുണപ്പെടുമെന്നും കണക്കുകൂട്ടലുണ്ടായി. എന്നാൽ 2019 നിന്ന് വ്യത്യസ്തമായി എൻ.ഡി.എ നേടുന്ന 3.7% മാർജിൻ ബി.ജെ.പി പ്രവചനങ്ങളെക്കാൾ കുറവായിരുന്നു. മറ്റ് ചില എക്സിറ്റ് പോളുകൾ ബി.ജെ.പിയുടെ വോട്ട് വിഹിതം ഏകദേശം 12% വർദ്ധിച്ച് 27%-ലെത്തുമെന്നും പ്രവചിച്ചു. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയും ബി.ജെ.പിയുടെ കണക്കുകൂട്ടലുകളെയും തകിടം മറിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. സുരേഷ് ഗോപിയുടെ വിജയത്തിനപ്പുറം കേന്ദ്ര സഹമന്ത്രിമാരായ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറിനും നേട്ടമുണ്ടാക്കാനായില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.